അയ്യപ്പൻകോവിൽ തോണിത്തിരി തടയണ നിർമ്മാണത്തിനായി ഇനിയും തടസ്സങ്ങൾ നീങ്ങിയില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തടയണയ്ക്ക് ഫണ്ട് അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതിക്ക് തടസ്സം സൃഷ്ടിച്ചത് അണക്കെട്ട് സുരക്ഷാ വിഭാഗമാണ്. ആലടി കുരിശുമല കുടിവെള്ള പദ്ധതിക്കായാണ് ചെക്ക് ഡാം നിർമ്മിക്കുവാൻ നടപടി സ്വീകരിച്ചത്. കട്ടപ്പന നഗരസഭയിലും കാഞ്ചാർ അയ്യപ്പൻകോവിൽ ഇരട്ടയാർ പഞ്ചായത്തുകളിലും ശുദ്ധജലം നൽകാൻ ലക്ഷ്യമിട്ട് 1995 15 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് പദ്ധതി തുടക്കമിട്ടത്. പെരിയാറിന്റെ തീരത്ത് തോണിത്തിരിയിൽ പമ്പ് ഹൌസും ആലടി കുരിശുമലയിൽ വാട്ടർ ടാങ്കും നിർമ്മിച്ചു. 22 കോടി രൂപ ചെലവിട്ടായിരുന്നു ഇത്രയും പ്രവർത്തനം നടത്തിയത്. തുടർന്ന് ഒരേ സമയം 70 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് നിർമ്മിച്ചു. 2017-18 മുൻ MLA ES ബിജിമോൾ 46 കോടി രൂപയാണ് കിഫിയിൽ നിന്നും അനുവദിച്ചത്. പമ്പ് ഹൌസിന് സമീപം തോണിത്തിരിയിലായിരുന്നു പെരിയാറിന് കുറുകെ തടയണ, ബൂസ്റ്റർ പമ്പ് ഹൌസുകൾ എന്നിവയ്ക്കായിരുന്നു ഫണ്ട് അനുവദിച്ചത്. അതിനിടെ പദ്ധതിയുടെ ലിങ്ക് പ്രവർത്തനങ്ങൾക്കായി 16 കോടി രൂപ കൂടി അനുവദിച്ചു. ചെക്ക് ഡാം നിർമ്മിക്കാൻ 3.5 കോടി രൂപയ്ക്ക് ടെൻഡറും നൽകിയിരുന്നു. നിർമ്മാണവും ആരംഭിച്ചു. എന്നാൽ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കാരണം നിർമ്മാണം മുടങ്ങി. 2023 ജനുവരിയിൽ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള കാലാവധിയും അവസാനിച്ചു. അണക്കെട്ട് സുരക്ഷാ വിഭാഗമാണ് ചെക്ക് ഡാമിന് തടസ്സം നിന്നത്. തടസ്സം നീക്കാത്തതിനാൽ കരാറുകാരൻ നിർമ്മാണം തിരിച്ചു പോവുകയും ചെയ്തു. തുടർന്ന് നിരവധി ചർച്ചകൾ നടന്നു. എന്നാൽ ഇതുവരെയും തടസ്സം നീക്കി ചെക്ക് ഡാം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാറായിട്ടില്ല. പീരുമേടിന്റെ MLA ആയിരുന്ന ES ബിജിമോളുടെ ആ ഒരു കാലഘട്ടത്തിൽ 1 കോടി രൂപ അനുവദിക്കുകയും ഒരു ചെക്ക് ഡാം പെരിയാറിന് കുറുകെ പണിയുന്നതിന് തീരുമാനിക്കുകയും അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയതാണ്. എന്നാൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് പോയപ്പോൾ ബന്ധപ്പെട്ട ഇടുക്കി ഡാമിൻ്റെ ഡാം സേഫ്റ്റി അതോറിറ്റി ഇതിനുള്ള അനുവാദം കൊടുക്കാൻ സാധ്യമല്ലെന്ന് അറിയിക്കുകയും ഈ പദ്ധതി പ്രവർത്തനം അവതാളത്തിലാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഇതുപോലെ സർക്കാർ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും മുടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ജനങ്ങളുടെ സ്വപ്ന പദ്ധതികളാണ്. എന്നാൽ ഈ പദ്ധതി എന്ന് പറയുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്, ജീവജലത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ഇതിപ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ലയിപ്പിച്ച് ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡാം സേഫ്റ്റി അതോറിറ്റി അതുപോലെ തന്നെ ഇതുപോലെയുള്ള സർക്കാർ കോടികൾ മുടക്കുന്ന പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന ഈ സർക്കാർ ഇതര ഗവൺമെൻറ് ഇതര അതോറിറ്റികളെ അവർക്ക് അതിനുള്ള ഓർഡർ ബന്ധപ്പെട്ട ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് ഈ പദ്ധതി അടിയന്തരമായിട്ട് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വരും കാലങ്ങളിൽ ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള പദ്ധതികൾ പൂർത്തീകരിക്കണം. ഇതിനിടെ പദ്ധതി ജലജീവന്റെ ഭാഗമായി മാറി. എന്നാൽ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള തടസ്സം കാരണം പദ്ധതി തൃശങ്കൂല. പദ്ധതിക്ക് ആവശ്യമായ വെള്ളമില്ലാത്തതാണ് കോടികൾ മുടക്കിയ പദ്ധതി എങ്ങും എത്താതെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അധികാരമേറ്റ സർക്കാരിൽ പ്രതീക്ഷയോടെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.